പിടിച്ചോ. സത്യം പിടിക്ക്. മക്കള് പോയി അമ്മയെ വിളിച്ചോണ്ട് വാ. കളിക്കാം. ഇല്ല മക്കളെ, നിങ്ങൾ പോയി കളിച്ചിട്ട് വാ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ശിവനങ്ങൾ ഞങ്ങളുടെ കൂടെ കളിക്കുന്ന കണ്ടില്ലേ? എനിക്ക് വയ്യാത്തോണ്ടാ. നിങ്ങൾ പോയി കളിക്കേ. ചെല്ല. എങ്കി വാ പപ്പി, നമുക്ക് പോയി കളിക്കാം. അമ്മ വന്നില്ലേ? അമ്മ വരുന്നില്ല അങ്കിളെ. എന്നാ പിന്നെ നമുക്ക് കളിക്കാം. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. മോളെ, കൈ നോക്കണോ മോളെ? ഏ വേണ്ട. ലക്ഷണശാസ്ത്രം, കൈരേഖാശാസ്ത്രം സത്യമാ മോളെ. വേണ്ടഞ്ഞിട്ടാ. അതിലൊക്കെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഈശ്വരനിലും. അങ്ങനെ പറയല്ലേ മോളെ. മോളെ, ഈശ്വരൻ ഓരോ പരീക്ഷണങ്ങൾ തരും. അത് നമ്മളെ ഈശ്വരനിലോട്ട് അടുപ്പിക്കാനാ. മോളെ, ഞാനൊരു സത്യം പറയട്ടെ. സത്യം പറഞ്ഞാ എനിക്ക് ചായ ഓടിക്കാനുള്ള കാശ് തരണം. പറയും, സത്യമേ പറയാവൂ. ഒരുപാട് അപമാനങ്ങളും കുറ്റപ്പെടുത്തലുകളും സഹിച്ച് സീതാദേവിയെ പോലെ അയോധ്യയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നില്ലേ മോക്ക്? പറ, ശരിയല്ലേ? അതെ. പക്ഷേ യഥാർത്ഥ കഥയിൽ സീത തനിച്ചാണ് ഉപേക്ഷിക്കപ്പെട്ടതെങ്കിൽ ഇവിടെ സീതയ്ക്ക് കൂട്ടായി രാമനും ലവകുശന്മാരെ പോലെ 2 മക്കളും കൂട്ടിനുണ്ടായി. ശരിയല്ലേ? അതില് തെറ്റുണ്ട്. ലവകുശന്മാരോ ഓക്കെ, പക്ഷേ അത് എന്റെ രാമനല്ല. ഈ കഥയില് സീതയെ പാതി വഴിയിൽ നിർത്തി രാമനാ പോയത്. ശരി, ചായ കുടിക്കാനുള്ള കാശ് തരാം. വെച്ചോളൂ. ദൈവമേ, എല്ലാം ശരിയാവും മോളെ. രാമനല്ലായിരിക്കാം, പക്ഷേ രാമന്റെ ഹൃദയവും കൊണ്ടാ ഈ പുതിയ രാമൻ നടക്കുന്നത്. അത്രയ്ക്ക് നല്ല സ്നേഹവാ അവൻ മോളോടും കുഞ്ഞുങ്ങളോടും കാണിക്കുന്നത്. ലക്ഷണശാസ്ത്രം കള്ളം പറയില്ല മോളെ.